ഒരു കഷ്ണം പടവലങ്ങയും ഒരു പിടി പരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി നല്ല ടേസ്റ്റിയായ ഒരു കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ഇതേപോലെ ചീകിക്കളയുക. ഇത് നല്ല ഇളയ പടവലങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇളയ പടവലങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം മൂത്ത പടവലങ്ങക്ക് അധികം രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചതിന് ശേഷം അത് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ അരികളൊക്കെ ഒന്ന് മാറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടുവരാം. എന്നിട്ടാണ് നമ്മളിത് മുറിക്കുന്നത്. ഇതേപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ച് കൈ കൊണ്ടോ ഇതുപോലെ മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു 50 ഗ്രാം പരിപ്പ് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് വിസിൽ പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്താൽ മതി. ഒരു പകുതി വേവാകുന്നവരെ വേവിച്ചാൽ മതി. അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി നമുക്ക് പടവലങ്ങ ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു പകുതി സവാളയോ അല്ലെങ്കിൽ 5-6 ഉള്ളിയോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ചതച്ച മുളകില്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. പരിപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. പടവലങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചില്ലെങ്കിൽ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ആ കുക്കറിലേക്ക് ഇട്ട് ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞ് ആവി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും മതി. നമ്മുടെ പടവലങ്ങ കറി റെഡിയായി. പാനിൽ വെച്ച് തന്നെ വേവിച്ചാൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് വെന്ത് ഉടഞ്ഞു പോകരുത്. പരിപ്പ് വെന്ത് ഉടഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതേപോലെ വിട്ട് നിൽക്കുകയും വേണം. ഇന്ന് തൊടുമ്പോൾ നമ്മൾ പൊടിഞ്ഞു പോവുകയും വേണം. അതേപോലത്തെ പാകത്തിനാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ കറിക്ക്. എത്ര പെട്ടെന്നാണ് നമ്മുടെ കറി ഉണ്ടാക്കിയത്. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.